പുതിയ ക്യാപ്റ്റൻ ബിന്നി, ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ. ടീമുകളെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഫാമിലി വീക്കിന് അവരുടെയൊക്കെ എൻട്രികളാണ്. ഷാനവാസിന്റെ മനീഷിന്റെ ഫാമിലി വരുന്ന പ്രൊമോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്ന മാത്രം കണ്ടില്ല, പക്ഷെ ബിന്നിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഉടനെ തന്നെ വരും. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ക്യാപ്റ്റൻസി ടാസ്ക് മുൻപ് നമ്മുടെ മലയാള സീസണിൽ നടന്ന ടാസ്ക് ആണോ? പറയാം. ലൈവിൽ 10:30 മുതൽ 1 മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര നക്ഷത്രം. നമ്മുടെ ഗാർഡൻ ഏരിയയിൽ 3 പേർക്കായിട്ട് 3 ബോർഡുകൾ ഉണ്ടാവും. ഈ ബോർഡുകളിൽ ക്യാപ്റ്റന്റെ സ്പെല്ലിങ് CAPTAIN ഇത്രയും സ്പേസിലത്തേക്ക് 3D ബ്ലോക്ക് ലെറ്റേഴ്സ് ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. 3D ബ്ലോക്ക് ലെറ്റേഴ്സ് ഉണ്ട്. ഈ ബ്ലോക്ക് ലെറ്റേഴ്സ് എടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഒരു കുഴി പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. ബസർ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവർ 3 പേരും പോയി ലെറ്റേഴ്സ് മാക്സിമം കളക്ട് ചെയ്യണം. അതായത് സിയും എയും പിയും ടിയും എയും ഐയും ഒക്കെ മാക്സിമം അതിനകത്ത് പറക്കി വേഗത്തിൽ വെക്കാൻ നോക്കണം. എന്നെ മാത്രം, ക്യാപ്റ്റന്റെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എന്നെ മാത്രം പ്രത്യേകിച്ച് മാറ്റി വെച്ചിരിക്കും. ബാക്കി എല്ലാ ലെറ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ എന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. ഒരേ ഒരു എന്നേ ഉള്ളൂ, പക്ഷേ ഈ എന്നെ ലാസ്റ്റേ വെക്കാൻ പറ്റുള്ളൂ. CAPTAI ഈ 6 ലെറ്ററും വെച്ചാൽ മാത്രമേ അടുത്ത് എന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 6 ലെറ്ററും ആരാണോ ആദ്യം വെക്കുന്നത് അവർക്ക് മാത്രമേ എന്നെടുത്തുകൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ടാസ്ക്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മലയാളം സീസണിലോ കഴിഞ്ഞ തമിഴ് സീസണിലോ ഏതോ ഒന്നിലും ഇതിലുണ്ട്. കാരണം ഞാൻ മലയാളവും തമിഴും രണ്ടും കാണുന്നതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനാണ് ഏത് സീസണിലാണ് ഈ ടാസ്ക് കണ്ടതെന്ന്. രണ്ടിൽ ഏതിലോ ഒന്നിലുണ്ട് കേട്ടോ. സെയിം ടാസ്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ബിന്നിയുണ്ട്, അക്ബറുണ്ട്, ആര്യനുണ്ട്. ഈ ടാസ്ക് വെച്ചിരിക്കുന്നത് ബിന്നിയുടെ നേരെയാണ് ഈ പറയുന്ന ബാസ്ക്കറ്റ് ഇരിക്കുന്നത്. ലെറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുക ബാസ്ക്കറ്റ് ഇരിക്കുന്നത്. അക്ബറിന്റെ ഇങ്ങനെയാണ് വരുന്നത്, ആര്യന്റെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഏറ്റവും കുറച്ച് ദൂരം ലെറ്റേഴ്സും അതുപോലെ തന്നെ പേഴ്സണുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ഉള്ളത് ബിന്നിക്കാണ്. അത് ബാക്കി 2 പേർക്കും ചരിഞ്ഞല്ലേ വരുന്നത്. അപ്പം നീളം കൂടുതലാണ്, അപ്പം ദൂരം കൂടുതലാണ്. അതിൻ്റെ അപ്പുറത്താണ് പോഡിയം വെച്ചിരിക്കുന്നത്. ആ പോഡിയത്തിലാണ് എന്നുള്ളത്. അപ്പം ബിന്നിയാണ് ആദ്യം പിറക്കി വെക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിനൊന്നും വെക്കണമെന്നില്ല. എന്താ പറയുക, ആദ്യം എ വേണമെങ്കിൽ എ വെക്കാം, പിന്നെ ടി വേണമെങ്കിൽ ടി വെക്കാം, അങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഈ പറയുന്ന 7 ലെറ്റേഴ്സിൽ 6 എണ്ണം ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം എടുത്തുകൊണ്ട് വെക്കുന്നത് ബിന്നിയാണ്. തൊട്ട് പിറകെ ഈ പറയുന്ന പോലെ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് 6ാമത്തെ ലെറ്ററിനെ ആരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആരും തന്നെ വെച്ചേനെ. അവിടെയാണ് ആര്യന് പോകുന്നത്. ആര്യന് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അക്ബറും കളിക്കുന്നുണ്ട്. പക്ഷേ 3 പേരും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ഇതിനകത്ത് ബിന്നിയാണ് ക്യാപ്റ്റൻ ആവുന്നത്, ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ ഓഫ് സീസൺ 7. ദെൻ ടീമിന്റെ ഡിവിഷനാണ്. ബാത്റൂം ടീമിലേക്ക് നെവിനെയും ജിസേലിനെയും ഇടുന്നു. ടീമിൽ ഇവരുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ 2 പേരോടെ കിടന്ന് വഴക്കാണ്. അതായത് നീ പണി ചെയ്യില്ല, ഞാൻ പണി ചെയ്യില്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ നീ കേട്ടോളാം, നീ പറഞ്ഞാൽ ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് 2 പേരുടെ വഴക്കാണ്. അപ്പോൾ നെവിനാണ് അതിൻ്റെ ക്യാപ്റ്റൻ. ദെൻ കിച്ചൺ ടീമിലേക്ക് അനീഷ്, അക്ബർ, ഒനീൽ, അനുമോള് ഇവർ 4 പേരുമാണ് ഉള്ളത്. അനീഷാണ് അതിൻ്റെ ക്യാപ്റ്റൻ. ഫ്ലോർ ടീമിലേക്ക് ആര്യൻ, ആദില, ഷാനവാസ് ഇവർ 3 പേര്. വെസൽ ടീമിലേക്ക് ലക്ഷ്മി, സാബുമാൻ, നൂറ. ഇതിനകത്ത് സാബുമാൻ ആണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ. ഫ്ലോർ ടീമിൻ്റെത് ആര്യനാണ്. അപ്പോൾ ബാത്റൂം ടീം അവർ പറയുന്നത് മാക്സിമം നമ്മൾ വൃത്തിയാക്കി തരാമെന്നാണ്. ബാത്റൂം ആകെ കോളമായിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരാഴ്ച ബാത്റൂം വൃത്തിയാക്കിയിട്ടേ ഇല്ല എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. കിച്ചൺ ടീമിനകത്ത് അനീഷ് പറയുന്നത് നമ്മൾ പഞ്ചാരയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കൂല, പക്ഷേ പഞ്ചസാരയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാം കേട്ടോ. ഓരോരുത്തരും ബോധവും വിവരമൊക്കെ ഉള്ളവരാണ്, സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച പിടിച്ചു വെച്ചിട്ട് പോലും തീർന്നു. അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുക? അതിപ്പം ഓരോരുത്തർ കണ്ട് മാനേജ് ചെയ്യണമെന്ന് പറയാണ്. ദെൻ ഫ്ലോർ ടീമിനകത്ത് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല, വൃത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വെസൽ ടീമിനകത്ത് ലക്ഷ്മിയും സാബുമാനും വേറെ അഭിപ്രായം പറയുന്നില്ല. പിന്നെ അതിനകത്ത് ബിന്നി ഒരു കാര്യം പറയുന്നുണ്ട്, ആളുകൾ കുറയുമ്പോൾ വെസലിൻ്റെ എണ്ണം കുറയുന്നു. ഒരിക്കലും വെസലിൻ്റെ എണ്ണം കുറയൂല. കാരണം ഈ വെസൽ എന്ന് പറഞ്ഞ് ഇവർക്ക് കഴിവാനുള്ള എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവർ ആഹാരം വെക്കുന്ന പാത്രങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ 10 പേര് അവിടെ ഉണ്ടെങ്കിലും 5 പേര് അവിടെ ഉണ്ടെങ്കിലും ആഹാരം വെക്കുന്ന ഒരു പാത്രത്തില്ല. ചെറിയ ചീനിച്ചട്ടി, വലിയ ചീനച്ചട്ടി അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിലായിരിക്കും മീൻ പൊരിക്കുകയാണെങ്കിൽ ഒരു ചീനച്ചട്ടിയിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ പാത്രങ്ങളിൽ വെസലിൽ വ്യത്യാസം വരത്തില്ല. പിന്നെ വലിയ എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ബാക്കി പാത്രമൊക്കെ എക്സാക്ട് സെയിം തന്നെയാണ്. വെസൽ എന്ത് മാറിക്കഴിഞ്ഞാലും വെസലും ഫ്ലോറും അതിന് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ബാത്റൂമിന് ചിലപ്പോൾ എന്താ പറയുക 10-20 പേരുള്ളത് 10 പേരാകുമ്പോൾ അത്ര അഴുക്ക് കുറച്ചേ ആവത്തുള്ളൂ.
അപ്പോൾ അത് ഒരു കാര്യമാണ്. കിച്ചണിൽ അത്രയും കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ മതി, കുറച്ച് ക്വാണ്ടിറ്റിക്ക് വെട്ടിയാൽ മതി, കുറച്ച് ഒഴിച്ചാൽ മതി എല്ലാം. അപ്പം അതിനും ഒരു ടൈം കിട്ടും. പക്ഷേ വെസലും ഫ്ലോറും അതിനകത്ത് എന്ത് ചേഞ്ച് വരാനാ? ഒരു ചേഞ്ചും വരാനൊന്നും പോകുന്നൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് അവിടെ 1 മണി വരെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്. ഇനി അടുത്ത ഉടനെ ഫാമിലി വരും. വേറെ പരിപാടീസ് ഒന്നുമില്ല. നോമിനേഷൻ എപ്പോഴാണോ എന്തോ, കാരണം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണല്ലോ. അപ്പം ഫാമിലി വന്നതിന് ശേഷമാണോ അതിന് മുന്നേ ആണോ എന്നറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും അതിൻ്റെ പ്രൊമോസൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലി വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇന്ന് ആരുടെയൊക്കെ ഫാമിലികളാണ് കയറുന്നതെന്ന് ഞാൻ ഒരു 2 പേരുടെ അറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കൂടെ അറിഞ്ഞിട്ട് വന്ന് ആരൊക്കെയാണെന്ന് കയറുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.